അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ചോദിച്ച ഷാക്കിറയുടെ കഥ. ഷാക്കിറയെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ആബിദ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ ആ പെണ്ണ് വൈകാതെ തന്നെ ഗർഭിണിയാവുകയും ചെയ്തു. ഷാക്കിറയെ ഒരു വേലക്കാരിയായിട്ടാണ് അവൻ്റെ ഉമ്മ അവിടെ നിയോഗിച്ചത്. പലതവണ ഷാക്കിറയോട് ഇറങ്ങിപ്പോകുവാനും അവർ ആവശ്യപ്പെട്ടു. ഒടുവിൽ അവളുടെ വീട്ടുകാർ വന്ന് ഷാക്കിറയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോരുകയാണ്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ തനിക്ക് ഒരുപാട് ഉപദ്രവം ഏൽക്കേണ്ടി വന്നു, ചീത്ത ഏൽക്കേണ്ടി വന്നു. അതിലേറെ സങ്കടമായത് മറ്റൊന്നുമല്ല, തൻ്റെ മുമ്പിലേക്ക് തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു. വൈകാതെ അവൾ ഗർഭിണിയുമായി. പിന്നെ ഷാക്കിറയുടെ സ്ഥിതി എന്ത്? അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ജീവിക്കണ്ടേ? അതിന് ചെറിയൊരു മാർഗം, അത് തയ്യൽ മാർഗം അവൾക്കറിയാവുന്നത് വെച്ച് അവൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ അതിനുവേണ്ടി ബസ്സിൽ അവൾ യാത്ര ചെയ്തു. ആ ബസ്സിലെ ഡ്രൈവർ മറ്റാരുമായിരുന്നില്ല, അത് അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു. അവൾ ശരിക്കും ഞെട്ടി. അതെ, തൻ്റെ ഭർത്താവ് ഡ്രൈവറായ ബസ്സിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. എന്നാൽ ഒരിക്കൽ അയാൾ ചോദിച്ചു, ഷാക്കിറ, നിനക്ക് പോന്നൂടെ എൻ്റെ കൂടെ? എൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് തീരെ സുഖമില്ല. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒന്നിനും കഴിയുന്നില്ല അവൾക്ക്. എനിക്ക് സഹകരിക്കാൻ കഴിയുന്നില്ല. നീ ഇത്രയൊക്കെ സുന്ദരിയല്ലേ, എൻ്റെ കൂടെ പോകുന്നൂടെ നിനക്കൊരു കുഴപ്പമില്ലല്ലോ. എൻ്റെ രണ്ടാം ഭാര്യ അവൾക്ക് ഇപ്പോൾ ശാരീരികമായി വളരെ വീക്ക്നെസ്സാണ്. തീരെ അവൾക്ക് കഴിയുന്നില്ല. നീ വാ എൻ്റെ അടുത്തേക്ക്. എത്രയായാലും നീ എൻ്റെ ഭാര്യയല്ലേ, ഞാൻ നിന്നെ മൊഴി ചൊല്ലിയിട്ടൊന്നുമില്ലല്ലോ. ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ എന്നാൽ ഷാക്കിറ കേൾക്കാത്ത പോലെ അഭിനയിച്ചു. കാര്യം, മക്കളില്ല എന്നറിയുമ്പോഴേക്കും മറ്റൊരു പെണ്ണിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഭർത്താവാണ്. പോരാത്തതിന് മച്ചി മച്ചി എന്ന് വിളിച്ചുകൊണ്ട് അമ്മായിമ്മയുടെ ഉപദ്രവവും. ഇനിയൊരിക്കലും അങ്ങോട്ട് പോകാൻ തയ്യാറല്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. നമുക്ക് ബാക്കി കഥയിലേക്ക് പ്രവേശിക്കാം. അതിനിടയിൽ രണ്ടാം ഭാര്യയുടെ പ്രസവവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഒട്ടൊരു ദിവസത്തിന് ശേഷമാണ് ആബിദ് പിന്നെ ബസ്സിൽ കയറിയത്. കുഞ്ഞിൻ്റെ 15ഉം 40ഉം എല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായി കയറിയ അന്നും അവൻ്റെ കണ്ണുകൾ ഷാക്കിറയ്ക്ക് വേണ്ടി പരതി. കാരണം അവൾ ആ ബസ്സിൽ കയറാറുണ്ട്, എൻ്റെ ആദ്യ ഭാര്യയാണ്. പക്ഷേ എന്നെ അവൾ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചതുകൊണ്ട്. അതിനിടയിൽ അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അവൻ കണ്ടുപിടിച്ചിരുന്നു. 5 ദിവസം കഴിഞ്ഞാണ് റസിയയെ, അതായത് രണ്ടാം ഭാര്യ റസിയയെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവരുന്നത്. ആയിഷുമ്മ, ആബിദിൻ്റെ ഉമ്മ, പിടിച്ച പിടിയാലെ തന്നെ അവളെ അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. അവളുടെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ചില്ല. കുഞ്ഞിന് പേരും അവർ തന്നെ ഇട്ടു, അൽ അമീൻ. ഇന്ന് വരെ താൻ മനസ്സിൽ കണ്ടിരുന്ന പേര് ആദ്യമായി തൻ്റെ ഇഷ്ടപ്പെട്ട പേരക്കുട്ടിക്ക് തന്നെ ഇടാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷമായിരുന്നു അവർക്ക്. ഒരു മക്കളെയോ മരുമക്കളെയോ നോക്കാത്ത വിധം പ്രസവരക്ഷ നൽകി ആയുഷമ്മ റസിയക്ക് എന്തോ ഇതുവരെ ഉപ്പാകാതെ ഇത്രയും വർഷത്തിനു ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയതിനുള്ള സന്തോഷമൊന്നും ആബിദിനുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ ഉമ്മക്കാണ് വലിയ അഹങ്കാരം. ഷാക്കിർക്ക് കാട്ടിക്കൊടുക്കണം, എനിക്ക് എൻ്റെ മോന് കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. എത്ര പെട്ടെന്നാ! അപ്പോൾ ഓളും അച്ഛയായതുകൊണ്ടല്ലേ അവൾക്ക് ഇല്ലാതിരുന്നത്. ഇപ്പം കണ്ടില്ലേ, അവനൊന്ന് ചാരിയപ്പോൾ തന്നെ അവൾ ഗർഭിണിയായി. ഇങ്ങനെയാണ് പെൺകുട്ടികൾ. അല്ലാതെ ഇത്രയും വർഷം മക്കളില്ലാത്തതിനെ കൊണ്ട് നടന്നല്ലോ എൻ്റെ മോന്. എന്നാൽ ആബിദ് ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഈ സമയം ഷാക്കിറ പാവം, അവളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനയെല്ലാം കടിച്ചമർത്തി അവൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് ജീവിക്കുകയാണ് തൻ്റെ ഫാമിലിയോടൊപ്പം. വൈകുന്നേരം സ്റ്റിച്ച് ചെയ്ത് മടുത്തിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് ഉമ്മറത്ത് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാക്കിറ അവൾ വരുന്നത് കണ്ടത്. അതെ, ദീപ, അവളുടെ കൂട്ടുകാരി. ഉപ്പയും ഉമ്മയും ബാക്കിൽ ഇത്തിരി ഉള്ള സ്ഥലത്ത് ഉണ്ടാക്കിയ പച്ചക്കറി തോട്ടത്തിലാണ്. അവർക്കുള്ള ചായയും അടയും അടുക്കളയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. പച്ചക്കറി ലാളനൊക്കെ കഴിഞ്ഞ് അവർ അത് എടുത്തു കുടിക്കൂ. ദീപയെ കണ്ടതോടെ അവൾക്കും ഒരു ഗ്ലാസ് ചായയും അടയും കൊണ്ടുവന്ന് കൊടുത്തു. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങുന്ന സഹോദരിയായ റീമയെ ഷാക്കിറക്ക് അത്ഭുതമായിരുന്നു. അവളെ കണ്ടിട്ട് പോയിട്ട് അധികമായിട്ടില്ല, അപ്പോഴേക്കൊരു മുന്നറിയിപ്പില്ലാതെ വന്നിക്കണ്. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഉള്ള സന്തോഷമൊന്നും അവളുടെ മുഖത്തില്ല.
ഷാക്കിർ അവളെ കണ്ട സന്തോഷത്തിലും അവളുടെ മുഖത്ത് കണ്ട വിഷാദത്തിലും കൊട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റ്. എന്താടി? റീം അടുത്തെത്തിയതും ഷാക്കിറ കരച്ചിലൂടെ ചോദിച്ചു. കുഞ്ഞോ ഭർത്താവോ ഇല്ലാതെ മുഖത്ത് വരുത്തി തീർത്ത ചിരിയുമായി വന്നവളെ കണ്ടതോടെ തൻ്റെ അനിയത്തിയുടെ ജീവിതവും ഇതുപോലെ ആയോ എന്ന് ഒരു ടെൻഷനായിരുന്നു. കാരണം എൻ്റെ ജീവിതം ഏതായാലും ഇങ്ങനെ, അവർ നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നല്ലോ, എന്തോ പെട്ടെന്ന് കുഞ്ഞും ഭർത്താവും ഇല്ലാതെ അവൾ വന്നത്. ചായാൻ ഒരു തോൾ കിട്ടിയതുപോലെ റീമയും അവളെ മുറുകെ പിടിച്ചു. അനിയത്തി, അതെ ഷാക്കിറയുടെ അനിയത്തി. എന്നാൽ അവർ രണ്ടുപേരും അതാ കരയുകയായിരുന്നു. എന്നാൽ കൂട്ടുകാരി ദീപ എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ നോക്കി നിന്നു. ഉമ്മയും ഉപ്പയും വന്നപ്പോഴും അവരാ നിന്നതുപോലെ തന്നെയായിരുന്നു. ഗൾഫിലുള്ള മോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നതും ഒറ്റയ്ക്കുള്ള വരവും കണ്ട് രണ്ടുപേരുടെയും കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലുമെല്ലാം ആ മാതാപിതാക്കളുടെ ഹൃദയവും വല്ലാതെ പിടച്ചു. എന്നാൽ റീമപ്പ് എന്താ ഇങ്ങനെ വന്നത്? അതായിരുന്നു എല്ലാവരുടെയും അത്ഭുതം. അവർ ഗൾഫിലായിരുന്നു, സുഖസുന്ദരമായ ജീവിതമായിരുന്നു. കരച്ചിൽ ഒന്നടങ്ങിയതോടെ അവളിൽ നിന്നും വേർപെട്ടു നിൽക്കുന്ന റീമയെ നോക്കി ഉമ്മ എന്താ മോളെ എന്ന് ചോദിച്ചു. അവിടെ കിടന്ന ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ഉമ്മയോട് ഒന്നുമില്ലെന്നും ടെൻഷൻ ആവേണ്ട എന്നും സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ താൻ പെട്ടെന്ന് വരാനുണ്ടായ കാര്യം പറഞ്ഞു. മോനെയോ ഇക്കയെയോ ഞാൻ കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ എന്താ മോളെ, എന്താ പറ്റിയത്? ഉമ്മ ഉമ്മ എന്താടി പറ, എവിടെ അവരൊക്കെ? എൻ്റെ പൊന്നുമ്മ, അവൾ വിതുമ്പുകയായിരുന്നു. അപ്പോഴും അതെ ഉമ്മ, അത് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിയാസിൻ്റെ ഭാര്യയും 2 മക്കളും ആക്സിഡൻറ്റിൽ മരിച്ചു. എന്നും നിയാസിൻ്റെ ഭാര്യയും അവരുടെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. എന്നും അങ്ങനെ തന്നെ. കുഞ്ഞുങ്ങൾക്ക് 5ഉം 2ഉം വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്താ ഉമ്മ ചെയ്യാം, ബോഡി അവസാനമായി ഒന്ന് കാണാൻ വന്നതാണ്. ഭാര്യയും കുഞ്ഞുങ്ങളും ആങ്ങളുടെ വിവാഹം പ്രമാണിച്ച് വന്നതായിരുന്നു. ഷോപ്പിങ്ങിന് പോയപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന കാറും ലോറിയും ഇടിച്ച് അവളും കുഞ്ഞുങ്ങളും മരിച്ചു. അവരെ കാണാൻ പോയിട്ടുള്ള വരവാണെന്ന് ഉമ്മ. ശരിക്കും അത് കേട്ടപ്പോൾ അതാ അവരുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. റീമ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റാണ് നിയാസ്. ഏകദേശം ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ നിയാസിനോടും കുടുംബത്തോടും നല്ല അടുപ്പമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള അവരുടെ മരണം അവരുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. എങ്കിലും തങ്ങളുടെ മകളുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഇല്ല എന്നറിവ് ആ വൃദ്ധരുടെ മനസ്സിൽ ആശ്വാസം നിറച്ചു. പേടിച്ചു പോയി. കാരണം ഒരാളെന്നെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്, ഇനി രണ്ടാമത്തോളം പഠിച്ചോനെ ആകപ്പാടെ പേടിച്ചു. അവൾക്കാണെങ്കിൽ കുഞ്ഞുണ്ട്, ഇവൾക്ക് കുഞ്ഞുങ്ങളും ഇല്ല. റീമ അന്നവിടെ നിന്നു. പിറ്റേ ദിവസം അവൾ തിരിച്ചു പോവുകയാണ്. ഒന്നുകൂടെ നിയാസിനെയും വീട്ടുകാരെയും പോയി കാണണം. നിയാസിനെല്ലാം മറക്കാനും തരണം ചെയ്യാനുള്ള മാനസിക ശക്തി കൊടുക്കണേ അല്ലാ, അവൾ അപ്പോഴും പ്രാർത്ഥിച്ചു. ഷാക്കിറയും ആ കുഞ്ഞുങ്ങളെ മനസ്സിൽ നിറച്ചെന്ന പോലെ കിടന്നത് കൊണ്ടാവാം അവളുടെ അന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു. അതെ പാവം, ആ പെണ്ണും ആ മക്കളും മരിച്ചത്. പാവം, ആ മക്കളെയൊക്കെ ഞാൻ എത്ര കൊഞ്ചിച്ചിട്ടുണ്ട്. ശരിക്കും ഷാക്കിറക്ക് ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിലേക്ക് വന്നു. അല്ലെങ്കിൽ ചിലരുടെ വിധി അങ്ങനെ തന്നെ. ഓരോരുത്തർക്ക് മക്കളില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ജീവിതം വളരെയധികം ദുഷ്കരം. ഞാനൊക്കെ മക്കളില്ല, എനിക്ക് മക്കളെ അള്ളാഹു നൽകിയില്ല, അതിൻ്റെ പേരിൽ എൻ്റെ ഭർത്താവും ഉമ്മയും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. പക്ഷേ ഇതിപ്പോൾ മക്കൾ അള്ളാഹു നൽകി. അവർ പറക്കും മുമ്പേ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്തു. റബ്ബേ, എന്താണ് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ, സ്ഥിതികൾ, ഓരോ വിധി, അല്ലാതെന്ത്? അവളുടെ മനസ്സിൽ ഓരോ ചിന്തകൾ. അവൾക്ക് ആ രാത്രി ഉറക്കമേ വന്നില്ല. ഷാക്കിറ ഓരോന്ന് ആലോചിച്ച് കിടന്നു. എത്ര പ്രതീക്ഷയോടെയായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മണിയറയിലേക്ക് എത്തിയത്. പക്ഷേ തൻ്റെ ഭർത്താവ് മക്കളില്ലെന്നതിൻ്റെ പേരിൽ ഒരുപാട് എന്നെ കുറ്റപ്പെടുത്തി. അതുമാത്രമല്ല ഉമ്മയും. എന്നാൽ അതിനു പുറമെ അതും കൂടി ചെയ്തപ്പോൾ എൻ്റെ അവസ്ഥ വളരെയധികം ദയാപരമായി. ഞാൻ ശരിക്കും അവിടെ ഒരു വേലക്കാരിയായിരുന്നു. അതെ, പിന്നെയും മറ്റവൾക്ക് വേണ്ടിയും വേലക്കാരിയായി അവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പെട്ടുപോയ അവസ്ഥ. ഞാൻ വീണു പോയിട്ടും അവരെന്നെ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഭർത്താവ്, മറ്റവൾക്ക് സുഖമില്ല, അവൾക്ക്
പ്രസവവും കാര്യങ്ങളൊക്കെ ആയപ്പോഴേ നീയാണ്, നിന്നെ കാണാനാണ് സുന്ദരി, നിന്നെ കിട്ടുമ്പോഴാണ് സുഖം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരിക്കൽ പോലും എനിക്ക് ആ മുഖം കാണുന്നതേ ഇഷ്ടമല്ല. എൻ്റെ വയറ്റിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ, ഒരു കുഞ്ഞു വയറ്റിൽ കുരുക്കാതെ മച്ചി എന്ന വിളിപ്പേര് വന്നവളാണ് താന്. അങ്ങനെ ആർക്കും ഉപദ്രവമോ ഉപകാരമോ ഇല്ലാത്ത എന്നെപ്പോലുള്ളവരുടെ ജീവൻ എടുത്തൂടെ പഠിച്ചവൻക്ക്? എന്തിനാണ് ആ കുരുന്നുകളുടെ ജീവൻ കൊണ്ടുപോയത്? അവർക്ക് കൊടുത്തുകൂടായിരുന്നോ? അങ്ങോട്ട് കൊണ്ടുവിടായിരുന്നോ? പഠിച്ചവനെ എന്നെ കൊണ്ടുപോകായിരുന്നില്ലേ? എനിക്കിപ്പോൾ എന്താ, എന്നെ കൊണ്ട് ആർക്കൊരു ഉപകാരമില്ല ഉപദ്രവമില്ല എന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ എങ്ങനെ ജീവിക്കുകയാണ്? എൻ്റെ വീട്ടുകാർക്ക് തന്നെ ഞാനൊരു ഭാരമാകുമോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട്. കൊണ്ടേക്കൂടെ എന്നോ പഠിച്ചോനെ? ഷാക്കിറ വിതുമ്പിക്കരഞ്ഞു. ദിവസങ്ങൾ വീണ്ടും പൊഴിഞ്ഞു പോയി. ഷാക്കിറ തൻ്റെ വരുമാനം കൊണ്ട് തങ്ങളുടെ വീടിന് മുമ്പിൽ വിൽക്കാനിട്ടിരുന്ന 10 സെൻറ്റ് സ്ഥലം വാങ്ങി. അതെ, അവൾ ടൈലറിങ്ങിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അല്പം ക്യാഷൊക്കെ ഉണ്ടാക്കി. ചിലവ് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ സ്ഥലം വാങ്ങി. അനിയത്തിമാരുടെ നിർബന്ധം കൊണ്ടായിരുന്നു അത്. അതെ താത്ത, നിങ്ങളിങ്ങനെ നയിച്ചുണ്ടാക്കുന്ന പൈസ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണ്ട, നിങ്ങൾക്കത് സ്വരുക്കൂട്ടി വെച്ച് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുത്തിക്കൂടെ? അനിയത്തിമാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സ്ഥലം വാങ്ങി. അവിടെ ചെറിയൊരു യൂണിറ്റ് തുടങ്ങിക്കൂടെ നിനക്ക് എന്നവർ നിർബന്ധിച്ചപ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്നായി അവൾ. അനിയത്തിമാർ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ടടി, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് തന്നെ എനിക്ക് മതി, മറ്റൊരാളുടെ എനിക്ക് വേണ്ട. കാരണം നിങ്ങളും കഷ്ടപ്പെടുന്നല്ലേ. ഒരാളുടെ കഷ്ടപ്പാട് എത്രമാത്രം ഉണ്ട് കുറച്ച് പണം ഉണ്ടാക്കാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത്രക്കും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഞാൻ തന്നെ നേടിയെടുത്തോളാം, അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും ഔദാര്യമായിട്ട് ഞാനൊന്നും ആഗ്രഹിക്കണില്ലടി. എനിക്കിപ്പോൾ എന്താ, കുട്ടികളും മക്കളൊന്നുമില്ല, സാവകാശം മതിയല്ലോ. അവളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അനിയത്തിമാർ പിന്നീടൊന്നും പറഞ്ഞില്ല. കുട്ടികളും കുടുംബമൊന്നും ഇല്ലാത്ത എനിക്ക് കടം വാങ്ങിയോ മറ്റുള്ളവർ സഹായിച്ചൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു യൂണിറ്റ് ഇടേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല. അത്ര ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ മക്കളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലവിന് അതൊന്നുമില്ല. എൻ്റെ ഒരു തടിയല്ലേ. സ്ഥലം വാങ്ങിയതുപോലെ തന്നെ തൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ചെയ്യാം എന്നൊരു ചിന്തയാണ് അവൾക്ക്. ഉമ്മയുടെയും ഉപ്പയുടെയും എല്ലാ ചെലവുകളും അനിയത്തിമാരാണ് എടുക്കുന്നത് തന്നെ. എത്ര പറഞ്ഞാലും അവർ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഭർത്താവും മക്കളൊരു ജീവിക്കുന്നതല്ലേ, ഉമ്മാൻ്റെ പനി ചിലവൊക്കെ ഞാൻ നോക്കിക്കൊള്ളാൻ പറയുമ്പോൾ പക്ഷേ അവർ വിടില്ല. അതാണ് സംഭവം. നീ അധ്വാനിക്കുന്നത് നീ തന്നെ എന്തെങ്കിലും ചെയ്തോ നിൻ്റെ ഇഷ്ടത്തിന്, അല്ലാതെ വേറൊന്നിനു വേണ്ടി ചിലവാക്കണ്ട. എന്നാൽ നീ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു ക്യാഷിൻ്റെ മധുരം നിനക്ക് ആസ്വദിക്കാലോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എല്ലാവർക്കും കൊടുക്കണ്ട. ഉമ്മയുടെയും പേടിയും കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അനിയത്തിമാർ അങ്ങനെ പറയുമ്പോഴും അവൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അധ്വാനിച്ചുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കുക എന്ന് പറയുമ്പോഴേ അതൊരു സന്തോഷമല്ലേ. അതൊക്കെ ആവുമ്പോൾ കൊടുക്കുക. ഇപ്പം തൽക്കാലം നീ എന്തേലും തുടങ്ങ്. എപ്പോഴും ഒന്ന് കണ്ണടഞ്ഞു പോയ അവൾ മനോഹരമായ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. താനൊരു ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്നു, കൂടെ ഒരു കുഞ്ഞു കുട്ടിയും. അവൾ വീണ്ടും ആ മനോഹരമായ സ്വപ്നം ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് വിചാരിച്ചു ഒന്നുകൂടെ കണ്ണടച്ചു. അത് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഭിക്കാത്തതാണ് ഒരു കുഞ്ഞെന്നുള്ളത്. വളരെയധികം ഇഷ്ടമാണ് ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത്. എങ്ങനെ കിട്ടാൻ? ഭർത്താവുമായി ഇപ്പോൾ അകന്നാണ് ജീവിക്കുന്നത്. പക്ഷേ ഭർത്താവ് വിളിക്കുന്നുണ്ട്, നീ പോര് എൻ്റെ കൂടെ, അതിനെന്താ 2 പേർക്കും അവിടെ കഴിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേണ്ട, എന്തിനാണ് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ കല്ലിടുന്നത്? ഞാൻ ഒരിക്കൽ പോലും അത് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയി. പക്ഷേ പലപ്പോഴായി കാണുന്ന ആ സ്വപ്നം, താൻ ഹോസ്പിറ്റലിൽ പ്രസവിച്ച് കിടക്കുന്നു, ഒരു കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിന് പാലൂട്ടാൻ ശ്രമിക്കുന്നു, അതൊക്കെയാണ് കാണുന്നത്. ശരിക്കും ഷാക്കിറ വിതുമ്പിപ്പോയി. റബ്ബേ, ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെ? ഞാനും എൻ്റെ ഭർത്താവും ഒരിക്കൽ പോലും നല്ല രീതിയിലല്ല ജീവിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഇത് സാധിക്കും? അവൾ വിതുമ്പിക്കരഞ്ഞു ആ രാത്രിയിൽ, അവളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ സ്വപ്നങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട്. ഇൻഷാ അല്ലാ, ഷാക്കിറയുടെ ജീവിതം ഇനി എന്തായിത്തീരും? ആബിദിൻ്റെ കൂടെ അവൾ തിരികെ പോകുമോ? അവളെ അവൻ വീണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കുമോ? അവനെ വന്ന് വിളിച്ചാൽ അവൾക്ക് പോകാൻ മനസ്സുണ്ടാകുമോ? എന്തൊക്കെ തന്നെയാലും എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
ഷാക്കിറയുടെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.